നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രണ്ട് ജീവനുകൾ കായൽ മുങ്ങിത്താണപ്പോൾ എനിക്കുണ്ടായ മാറ്റമല്ലേ പെങ്ങളെ. സാമ്പ്രാണി കുഴിയെടുത്ത രണ്ട് ജീവനുകൾ. നഷ്ടം എനിക്കും നിനക്കും നമ്മുടെ മക്കൾക്കും. ശങ്കരേട്ടൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. എനിക്കും സങ്കടമില്ലാഞ്ഞിട്ടാണോ ശങ്കരേട്ട? നീറിനെ പോലെ തിരുമിച്ചാകാനാവോ നമുക്ക്? മരുമോൻ വിളിച്ചായിരുന്നോ പെങ്ങളെ? അവൻ വരുമോ എന്റെ കൊച്ചിനെയും കൊണ്ട്? എന്റെ പൊന്നു ശങ്കരേട്ട, ശങ്കരേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് മോള് വരുമെന്ന്. പിന്നെ എന്താ ഒരു സംശയം? അവള് വരുമ്പോ ഒത്തിരി മാറിയിട്ടുണ്ടാവോ പെങ്ങളെ? എന്റെ പൊന്നു ശങ്കരേട്ട, അവള് വരട്ടെ. വരും, അപ്പൊ നേരിട്ട് കാണാലോ. നമ്മുടെ മോൾക്ക് എന്തു മാറ്റം വരാനാ? ശങ്കരേട്ടൻ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ചക്കപ്പഴക്കം ഉണ്ടാവൂല്ലോ പെങ്ങളെ? ഉണ്ടെന്നേ. ശങ്കരേട്ടൻ ഈ തൂത്തുവാരിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് വന്നേ. നിങ്ങളുടെ കല്യാണ തീയതി ഞാനങ്ങ് തീരുമാനിക്കും. ഏറ്റവും അടുത്ത ദിവസം, ഏറ്റവും ആദ്യത്തെ മുഹൂർത്തം. ശരത്തേണ്ണൻ എവിടെ നിൽക്കുന്നത്? ഓ, ഇനിയിപ്പോ എവിടെ നിന്നാലെന്താ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നമ്മുടെ കല്യാണത്തെ പറ്റി. ഇപ്പോ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ. എന്നാലും അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാ ഞാൻ ആലോചിക്കുന്നത്. നിന്റെ അച്ഛന് താല്പര്യമില്ലാത്ത കല്യാണമല്ലേ, നിന്റെ നിർബന്ധം കൊണ്ട് നടത്തി തരും. പിന്നെ ഇപ്പോഴത്തെ ഈ വീടിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നമുക്ക് വലിയ ഡിമാൻഡ് ഒന്നും പറയാനും പറ്റത്തില്ല. അതവര് മുതലെടുക്കും. എടുപിടിന്ന് കല്യാണം നടത്തി ആ ബാധ്യത അങ്ങ് ഒഴിവാക്കുക, അത്ര തന്നെ. ശരത്തേട്ടൻ പറയുന്നത് ശരിയാ. എങ്ങനെ നമ്മൾ ഒഴിവാക്കിയ പിന്നെ ആ ദേവികയ്ക്ക് എന്തോ ആവാലോ. അവളുടെ ബുദ്ധി തന്നെയാ ഇത്. പിന്നല്ലാതെ. നിനക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കരുത്. കല്യാണം ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. നമുക്കതൊരു ആഘോഷമാക്കി മാറ്റാം. സംഗീത ഫംഗ്ഷൻ, കല്യാണ റിസപ്ഷൻ, അങ്ങനെ ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാ എന്റെ മനസ്സിൽ. ആ പിന്നെ മന്ത്രകൂടി, അത് നമുക്ക് കസ്റ്റമൈസ്ഡ് തന്നെ വേണം. കാഞ്ചീപുരത്ത് പോയിട്ട് ഒറിജിനൽ പട്ടില് നമ്മൾ പറയുന്ന ഡിസൈനിൽ ചെയ്യിച്ചെടുക്കും. ആ എല്ലാം ഈ അനാഥന്റെ ഓരോരോ ആഗ്രഹങ്ങളാ. നമുക്കതിന് വിധിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇവിടെ എന്റെ ഭാഗം പറയാനോ എനിക്ക് വേണ്ടി സംസാരിക്കാനോ ബന്ധുക്കളും ഇല്ല. ശരത്തേട്ടന്റെ ആഗ്രഹം പോലെ നമ്മുടെ കല്യാണം നടക്കൂ. അതിനെ എത്ര നാള് കഴിഞ്ഞിട്ടായാലും. അത് മാത്രമല്ല നിത്യമോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ ഫ്രണ്ട്സിന്, പ്രത്യേകിച്ച് ആ സിന്ദഗിയെ ഇതുപോലൊരു ധർമ്മ കല്യാണത്തിന് വിളിക്കാൻ പറ്റുമോ? അവരുടെ മുന്നിൽ നിന്റെ വില എന്താവും? ഇത് ആരുടെ ബുദ്ധിയായാലും എന്നെ അങ്ങനെ പൊട്ടിയാക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. കല്യാണം നമ്മൾ തീരുമാനിക്കുന്ന പോലെ നടക്കൂ. നീ ഇങ്ങനെ ധൈര്യത്തോടെ നിന്നാ മതി. ബാക്കി കാര്യവേ ഞാൻ ഏറ്റു. ചായ. ഗോതമ്പ് പൊട്ടുമതിയോ മനോഹരേട്ടാ? എന്ത് കുന്തേലും മതി. ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ജീവിച്ചിരുന്നാലേ പറ്റൂ പാർവതി. ഒരുപാട് കാര്യങ്ങള് ജീവിതത്തിൽ ബാക്കി കിടക്കുമല്ലേ. അച്ഛാ,
അത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ആലോചിച്ച് കഴിഞ്ഞെങ്കിൽ പറയാം. അല്ല, അത് പിന്നെ കല്യാണം കുറച്ച് നീട്ടിവെച്ചാലും കുഴപ്പമില്ല. അതാ നല്ലതെന്നൊരു തോന്നൽ. അയ്യോ, അച്ഛന്റെ ഈ പ്രായത്തിൽ ഇനിയൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ അത് നടക്കത്തില്ല മോളെ. അത് മാത്രമല്ല, പാർവതിയെ പോലെ നല്ല ഒരാളെ ഈ ജന്മത്തിൽ എനിക്കിനി കിട്ടത്തുമില്ല. അച്ഛൻ കളിയാക്കണ്ട, ഞാൻ എന്റെ കാര്യമാ പറഞ്ഞത്. ആഹാ, മോടെ കാര്യമായിരുന്നു. ശരത്ത് മോനും മോളും കൂടെ ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കും അല്ലയോ? അതോ ശരത്ത് മോന്റെ തീരുമാനം മോളിവിടെ വന്ന് പറയാൻ വന്നാണോ? എന്റെ തീരുമാനോ? സ്വന്തം തീരുമാനം നടപ്പാക്കണമെങ്കിൽ സ്വന്തം നട്ടല് കുത്തിപ്പിടിച്ച് നിൽക്കണോടി. അല്ലാതെ അപ്പന്റെ അമ്മയുടെ ചുമലിച്ചാരി നിന്നിട്ടല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത്. നിനക്കിപ്പൊ എന്താ കല്യാണം നീട്ടിവെക്കണമെന്നൊരു തോന്നല്? പെട്ടെന്നൊന്നും അല്ല. അച്ഛൻ അന്ന് കല്യാണ തീയതി കുറിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചതാ. എന്ത്? അല്ല, അന്ന് ശരത്തേട്ടൻ പറഞ്ഞതുപോലെ നിന്ന് നിപ്പിൽ എന്റെ കല്യാണം നടത്തിയ അച്ഛനത് ഭാരമാവില്ലേന്ന്. ഓ, സ്നേഹം. ശരി, നിന്റെ കല്യാണം 10 കൊല്ലം കഴിഞ്ഞ് നീ പറയുന്ന ഡേറ്റിൽ നടത്താം. പക്ഷേ ഇവിടുത്തെ വാടകക്കാരൻ കൂടും കുടുക്കിയെടുത്ത് ഇന്ന് തന്നെ പടിയിറങ്ങും. പിന്നീട് അച്ഛനെ അമ്മയൊക്കെ തെരഞ്ഞു പിടിച്ച് വന്ന് അന്തസ്സായിട്ട് പെണ്ണി ചോദിക്കട്ടെ. ആസ്തിയും അഡ്രസ്സും തിരിച്ചറിഞ്ഞ് ഈ മനോഹരമായിട്ട് കല്യാണം നടത്താം. അല്ലാതെ വലിഞ്ഞേറി വന്നവനും വാടകക്കാരനും അവന്റെ സൗകര്യത്തിന് മണ്ഡപവും മുല്ലപ്പന്തലും ഒരുക്കമല്ല ഞാൻ. ഇത് മനോഹരന്റെ പൗരത്വ നിയമം. ഇത് നടക്കും, ഇതേ നടക്കൂ. അല്ല അച്ഛാ, എനിക്ക് അവകാശപ്പെട്ടതൊക്കെ തരണ്ടേ? നിത്യേ, അവള് പറയട്ടെ പാർവതി, മോക്ക് എന്താ അവകാശപ്പെട്ടതാ വേണ്ടത്? നല്ല അച്ഛന് തരാൻ പറ്റൂ. അതിപ്പോ ആവശ്യത്തിന് പൊന്നു വേണം. ഒരു 250 പവനെങ്കിലും വേണം. പിന്നെ വീടിന്റെ അവകാശവും. നീ 250 പവനിട്ടോണ്ടാണോ പിറന്നു വീണത്? ആണോടി? നിനക്ക് ആദ്യം കെട്ടി കറുത്തേരട്. നിന്റെ കാതിൽ ആദ്യമായി ഞാൻ വിളിച്ച പേര്, ഇന്ന് രാവിലെ നിന്റെ തൊണ്ട കുത്തിയിറക്കിയ അന്നം, ഇതല്ല എന്റെ അധ്വാനാടി. എന്തെങ്കിലും പറഞ്ഞ അപ്പ അച്ഛൻ കണക്ക് പറച്ചിൽ തുടങ്ങും. അച്ഛനും അമ്മയും കാര്യം പറഞ്ഞ അത് കണക്ക്, മക്കള് പറഞ്ഞാൽ അവകാശം. അവക്ക് ഈ വീടിന്റെ അവകാശം വേണം പോലും. ഈ വീടിന്റെ ഓരോ ഇഷ്ടിക ഉറപ്പിച്ചത് സിമന്റും ചാന്തും കൊണ്ട് മാത്രമല്ല, എന്റെ വേർപ്പും ചോരയും കൊണ്ടാ. അതിന്റെ അവകാശം പാർവതിക്കും ദേവിക്കും മാത്രമാ. ഒരു കാര്യം കൂടെ ഞാൻ അടിവരയിട്ട് പറഞ്ഞേക്കാം. ശരത്തും മോളും പിന്നെ എന്റെ അമ്മയും കൂടെ എന്ത് ഗൂഢാലോചന നടത്തിയാലും ഞാനെടുത്ത തീരുമാനമേ നടക്കൂ. അതിനെ ഇന്ത്യൻ പ്രസിഡന്റ് മുമ്പിൽ ദയാഹർജി നൽകിയാലും മാറില്ല. കല്യാണ തീയതി ഞാൻ കുറിക്കും. എന്നാ കഴിയുന്ന പോലെ ഭംഗിയായിട്ട് ഈ വിവാഹം നടത്തും. വരന്റെ സ്ഥാനത്ത് ശരത്ത് അല്ലെങ്കിൽ യോഗ്യനായ മറ്റൊരാൾ. അനുസരിക്കുന്നെങ്കിൽ അനുസരിക്കാം, ചാകുന്നെങ്കിൽ അങ്ങ് ചാകാം. ചാല മാർക്കറ്റിലെ ചെട്ടിയാരുടെ കടയെന്നേ പ്ലാസ്റ്റിക് എയർ ഞാൻ തന്നെ വാങ്ങിച്ചു തരാം. സ്വന്തം മകന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയൊരു അച്ഛനാ ഞാൻ. ഇനി മകളുടെ കാര്യത്തിലും അതാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മനോഹരേട്ട, എന്തൊക്കെയായി പറയുന്നത്? പറയേണ്ടതൊക്കെ പറഞ്ഞേ പറ്റൂ പാർവതി. അതെ, ഉള്ളിയിരുന്ന് നീറണ്ടല്ലോ. അച്ഛന് വഴിപാട് പോലെ കാര്യങ്ങൾ നടത്തണം, അത്ര തന്നെ. കണക്ക് പറച്ചിൽ കേട്ടാ തോന്നും എനിക്ക് വേണ്ടി എന്തോ മലമറിച്ചിട്ടുണ്ടെന്ന്. എടി, മനോഹരേട്ട, നീ എന്തിനാ വിഷമിക്കുന്ന പാർവതി? കുടുംബത്തിനു വേണ്ടി പകലന്തിയോണം പണിയെടുത്തവൻ സ്വന്തം ജീവിതത്തിന്റെ അന്തിവേലി തളർന്നു നിൽക്കുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വരുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തെന്ന്? മനോഹരേട്ട,
സങ്കടപ്പെടാതെ. എന്ത് സങ്കടം? അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ മണ്ടന്മാരുടെ ജന്മമാ മറ്റു പലരുടെയും ജീവിതം. അങ്ങനെ സമാധാനിച്ചാ മതി. 250 പവൻ, വീടിന്റെ അവകാശം. അവളത്രയും വളർന്നല്ലോ നമ്മുടെ മോള്. കൊള്ളാം.